സ്നേഹിക്കുന്നവനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ വിശുദ്ധ ദിവസത്തിന്റെ തിരുസന്നിധിയിൽ വന്നിരുന്നോണ്ട് പിതാവേ പറ്റായ വിളിപ്പാണ്ട കൊണ്ട ഈ അവസരോട് നിരക്കി തന്നനാണ് ഞങ്ങളെക്കാൾ എത്രയോ ശ്രേഷ്ഠന്മാർ, സമ്പന്നന്മാർ, ഫലമായ കഴിവുകളെ, പ്രതാപങ്ങളെ, വിദ്യാഭ്യാസങ്ങളെ, ഫലമായ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ട് രീതികളിൽ അലയുമ്പോൾ, വാഴപ്പെടുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ ഞങ്ങളുടെ സുഖമായ എല്ലാ ക്രിമികളെയും നിങ്ങളുടെ ദിനന്തോരോടും നടത്തുന്നതിനാലെ നിന്നെ സ്തുതിക്കുന്നതാ. ഞങ്ങളോട് വർത്തം ചെയ്താണല്ലോ. ലോകത്തിന്റെ ഏത് സ്ഥാനത്ത് ഏത് സാഹചര്യങ്ങളായിരുന്നാൽ നിങ്ങൾ യാതൊന്നും അധൈര്യപ്പെടേണ്ട, ധൈര്യമായിരുന്നുള്ളൂ. നിങ്ങളോടുകൂടെ ഞാനുണ്ട് നളിച്ചവനായ കർത്താവേ, നിനക്ക് നിങ്ങളോട് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ ദൈവമേ, യാക്കോബിന്റെ ദൈവമേ, നീതിയുടെ ദൈവമേ, അവരെ അനുഗ്രഹിച്ച പ്രകാരം എന്റെ ആടികളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നത്. നിങ്ങളോട് അവിടുന്ന് കരുണ തോന്നണമേ കർത്താവേ. നിങ്ങൾ വേറെ ഒഴിഞ്ഞ വാർത്തകളായി വരിക. നിങ്ങളുടെ മാത്രവും സമാധാനവും സന്തോഷമുള്ളവരാക്കി അവിടുന്ന് മടക്കി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസന്നിധിയിൽ തലമുറയിരിക്കുന്ന എന്റെ ആടികളെ ഓരോരുത്തരെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. നിങ്ങളുടെ ആവശ്യങ്ങൾ അവിടെ അറിയുന്നുണ്ട്, ഉദ്ദേശങ്ങളെ, ചിന്തകൾ അറിയുന്നുണ്ട്, യന്ത്രങ്ങളെ ചോദന ചെയ്യുവാൻ കഴിവുള്ളതായ കർത്താവ്. അല്ലെങ്കിൽ എന്റെ ആടുകളുടെ ഓരോരുത്തരുടെ ആവശ്യങ്ങളുടെ മധ്യത്തിലല്ല, രോഗത്തിലല്ല, ദുഃഖത്തിലല്ല, പ്രയാസങ്ങളല്ല, എല്ലായ്പ്പോഴും ഞാൻ നിങ്ങളോടുകൂടെ ഞങ്ങൾ യാതൊന്നും വചനപ്പെടേണ്ട ധൈര്യമായിട്ടുള്ളവയും നിങ്ങളോട് നല്ല ചെയ്തവനായ കർത്താവിനെ ഞങ്ങൾക്ക് ദാനമായിട്ട് എന്നവരിക്കുന്നതായ വേദങ്ങളെ രണ്ടുപേരെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. വേദങ്ങൾ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ആത്മാവിൽ ഉൾപ്പെട്ടെന്ന് പറയുവാൻ ദുർമോഹങ്ങളും ദുരിതങ്ങളും പോകാതെ മനസ്സുകൊടുക്കും താവലെ സുന്ദരക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് എന്റെ വാദങ്ങളെ രക്ഷപ്പെട്ടാണ് മുന്നോട്ട് നടപ്പാനും വർഷക്കാലം അവനേകനായത്തേക്ക് ജീവിപ്പാൻ എല്ലാ കർത്താവോടും ചെയ്തു കൊടുക്കുന്ന കർത്താവെ അവനെ നീ കൂട്ടിക്കൊണ്ടുവരികയും ഞങ്ങൾ കാണുവാനും സന്തോഷിപ്പാനും ചെയ്തു നന്മയുമായ എല്ലാ നിങ്ങൾക്കുവാനും കർത്താവെ നീയോടും ചെയ്ത തക്കൊണ്ട് നിങ്ങൾക്ക് ഈ ലോകത്ത് യാതൊന്നും പകരം ചെയ്യുവാനില്ല എന്ന് നിങ്ങളോട് സ്തോത്രം പ്രാർത്ഥിക്കുന്നു. നാളെ പോവാൻ ഉള്ള ക്രമീകരണത്തിലാണല്ലോ കർത്താവെ. വേണ്ടി എല്ലാ ക്രമീകരണങ്ങളെയും സ്വർഗത്തിലെ അപ്പച്ചനോടും പ്രാർത്ഥിക്കുന്നു. അവന്റെ പ്രവൃത്തിലും വരവിലും ഊണിലും ഉറക്കത്തിലും സദാസ്ഥലയിലും കാലത്തിലുണ്ടായിരിക്കണം കർത്താവെ. കാര്യങ്ങൾ വന്ന് കാണുവാനും സന്തോഷിപ്പാനും കർത്താവ് ചെയ്തുകൊണ്ട് നന്മകളെ ഓർത്തിരുന്നതിനെ കർത്താവെ. അവൻ പോകുന്ന സഹായ സമയത്ത് ഞാൻ ഓർമ്മ കൂടെ കർത്താവെ. ഇനി വരുന്നവരെ ഞങ്ങളെയോ സൂക്ഷിച്ചു അവിടെ തെറ്റുകളോ കുറ്റങ്ങളോ വേദങ്ങളോ വേണം ബന്ധനങ്ങളിലെ കർത്താവെ. അവർ നല്ല വിശ്വസ്തയോടെ കൂടി ചെയ്ത് ജോലികൾ ശ്രേഷ്ഠയോടെ ചെയ്യുവാൻ സഹായിക്കുന്നത്. പല കാര്യങ്ങൾ ഉൾപ്പെടുത്തുവാനും ക്രമീകരിക്കുവാനുമല്ലോ. എങ്കിലും സ്വർഗത്തിലെ അപ്പത്തിനുള്ള കാര്യം യാതൊന്നും പ്രയാസപ്പെടുവാനും ഭാരപ്പെടുവാനുമല്ലോ. സകലത്തിൽ നിന്ന് ലാഭത്തിൽ ഞങ്ങളെ രക്ഷിക്കാൻ ഞാൻ നിങ്ങൾക്ക് ജീവൻ വെച്ചവൻ നീയാണ് ഞങ്ങളുടെ നായകളെ നടത്തിപ്പോകാനും നീ അറിയാതെ ഞങ്ങളുടെ തലയിൽ ഒരു പോലും വഴിഞ്ഞു പോവുകയില്ല. പിന്നെ എന്റെ കാര്യത്തിലേക്ക് വരികയാണ് കർത്താവെ. അനുവാദപ്പെടേണ്ടത് മനുഷ്യായി എന്നെ കാത്തിരക്ഷിക്കുന്നു. പഠിപ്പാനുള്ള ബുദ്ധിയും ജ്ഞാനത്തെ അവിടുന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മന്ദബുദ്ധികളെല്ലാം മാറ്റി തൽസ്വഭാവിയായ ദേശത്തിനെ ഭവിക്കും മാതാപിതാക്കൾക്കും പ്രയോജനമുള്ള രാഷ്ട്രീയത്തെ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പരീക്ഷയെടുത്ത് വന്നിരിക്കാമല്ല കർത്താവെ. പഠിപ്പാനുള്ള ബുദ്ധികളെയോടും പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതുകൊണ്ട് പരിപൂർണമായ സാന്നിധ്യവും കൃപയുണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ശരീരത്തിലുള്ള എന്തെങ്കിലും അസ്വസ്ഥമായിട്ടൊന്നും മാറ്റണമെന്ന് രക്ഷിച്ചാൽ ഒരു നാളും രക്ഷിക്കാത്തവനാകും. സ്ഥലമാണെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരെയും താമസിക്കുന്നു. സജീവന്റെ കാര്യത്തിലേക്ക് വരികയാണ് കർത്താവയോടെ ജീവിതങ്ങൾ കാത്തിരുവായിരിക്കണം. പ്രാർത്ഥനയോട് പ്രധാനമായിട്ട് കൊടുക്കുന്നതായ കൊടുത്തിരിക്കുന്നതായ കുഞ്ഞിനെ അവിടെ കരവത്തുകൊള്ളാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കാര്യങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ബോധമില്ലാത്തവരിലാണല്ലോ സംസർഗം ചെയ്യുകയും ഭൂമിയും വരികയും ചെയ്യുമെങ്കിലും കർത്താവ് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളുടെ വായ ഞങ്ങളുടെ ഞാനാളെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് ഞങ്ങൾ നിന്നെ ശ്രദ്ധിക്കുന്നു. കർത്താവെ ബന്ധുക്കളെയും ചാർച്ചക്കാരെ സ്നേഹിതരെയും പരിചയവരെയും ഓർക്കുന്നു. അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഞങ്ങൾ വരയ്ക്കണം. കർത്താവെ അവർ ഞങ്ങൾ കാണുന്നവരെ നിന്റെ മാറിനടിയിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി രോഗികളായ ദുഃഖിതരായ ആയിരങ്ങളെ
ആശുപത്രികളായ വീടുകളായ പ്രയാസപ്പെടുന്നു, വാഴപ്പെടുന്നു. രോഗികളെ വൈദ്യാശുപത്രിയെ ആശ്വസിപ്പിക്കുന്നവനെ, സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കുന്നവനെ, നായക നടന്നുപോകാനായി രാത്രി സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ ജനമാകർഷിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയെ അവിടുന്ന് അനുഗ്രഹിക്കണേ. ഇടവകയിലെല്ലാം നല്ല പ്രവർത്തനങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണേ. അതിനാൾക്ക് നാളെ വൃത്തിപ്പെടുവല്ലെന്നും അതുകൂടി മനസ്ഥാപനത്തിന്റെ ആരംഭത്തിലേക്കും ഒരു രൂപാന്തരത്തിലേക്കും വരുവാനോടും സഹായിക്കണമേ. ഞങ്ങളുടെ ഇടവകയുടെ ഗോൾഡൻ ജോലി എത്രയും ഭംഗിയായ തിരുവാതിന്റെ സാന്നിധ്യവും കൃപയോടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാം ചെറുതും വലുതുമായി സഹായിക്കുന്ന എല്ലാ കരങ്ങളെയും നീ അവിടുന്ന് ബലപ്പെടുത്തണമേ. എല്ലാ കരങ്ങളെയും നീ അവിടുന്ന് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെ ഇതാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളെ അവിടുന്ന് കേൾക്കണമേ. താരയും ദുർഭവനും ആവശ്യമാണല്ലോ. എങ്കിലും സ്വർഗത്തിലെ അപ്പം ഞങ്ങൾക്ക് ഭവനോടുന്ന് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കല്ലിനെയും മരത്തെയല്ല ഞങ്ങൾ സേവിക്കുന്നത്, ജീവനുള്ള ദൈവത്തെയാണ് ഞങ്ങൾ സേവിക്കുന്നത്. ധൈര്യത്തോടെ പറയുവാനുള്ള അത്ഭുതങ്ങളെ അറിയിക്കുന്നത്. നിങ്ങളുടെ ലോകത്തേക്ക് സമാധാനം സന്തോഷം വളർച്ചുകൊണ്ട് എല്ലാവരും ക്രിസ്ത്യാനുഭവത്തിലേക്കും പ്രവാചനത്തിലേക്കും വരുവാനോട് സഹായിക്കണം. ഈ രാജ്യങ്ങളെ ചോദിച്ചവരുമായിലേക്കും നിങ്ങൾ നിർത്താതെ ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. അയൽവാസികളോട് കണ്ണ തോന്നണമേ. ഞങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ദോഷമായിട്ടുണ്ടെങ്കിൽ അതാ നീ തന്നെയോട് പ്രതികാരം ചോദിക്കണമേ. പ്രതികാരെ ബോധിക്കുന്നതാണ് ഈ ലോകത്തിൽ ഞാനൊരു മനുഷ്യനോട് യാതൊരു പ്രതികാരമില്ല. ഇതിലേക്ക് നോക്കി പ്രകാശരാനെ പോലെ നിങ്ങളുടെ കാര്യങ്ങളും പ്രകാശത്തിലുള്ളതായി തീരുവാനും സഹായിക്കണേ. ചോദിച്ചവരെല്ലാം സ്തുതിപ്പാനും ബന്ധപ്പെടുത്തുവാനും അത് ഓരോരുത്തരെ അവിടെ ഒരുക്കിയിരിക്കണം. ഇതേ ചിന്നനാമത്തിൽ താഴ്മീനിയാണ്ട് മക്കളോട് തന്നെ ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിങ്ങൾക്ക് ദാനമായിട്ടിരിക്കുന്നതായ നിങ്ങൾ ചോദിച്ചെല്ലാം കാര്യങ്ങളെ നാളെ യാത്രയ്ക്ക് പോകാനായിട്ട് എല്ലായ്പ്പോഴും